നമ്മൾ കർത്താവിൻ്റെ അടുത്ത് എനിക്കതില്ല, എനിക്കിതില്ല, എൻ്റെ പൊന്നെ എന്നെ കൊണ്ട് അത് പറ്റണില്ല, ഇത് പറ്റണില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. കുഴപ്പമില്ല, അങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ വേണം കേട്ടോ. പക്ഷെ ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ നമുക്കൊരു ചിന്ത കൂടെ ഉണ്ടാവണം. ആ ചിന്തയാണ് ഇന്നത്തെ വചനത്തിലൂടെ കർത്താവ് ചോദിക്കുന്ന ചോദ്യം. കർത്താവ് ഈ അഹ്റോൻ മോശം വന്ന് പറയുകയാണ്, എനിക്ക് വർത്തമാനം പറയാനുള്ള ശക്തിയില്ല, എനിക്ക് ഒന്നും ചെയ്യാനുള്ള ശക്തിയില്ല എന്നൊക്കെ പറഞ്ഞ് മോശ കർത്താവിനോട് പരാതി പറയുമ്പം മോശയോട് കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കർത്താവ് അവനോട് ചോദിച്ചു, ആരാണ് മനുഷ്യന് സംസാര ശക്തി നൽകിയത്? ആരാണ് അവനെ മൂകനോ ബധിരനോ കാഴ്ചയുള്ളവനോ കുരുടനോ ആക്കുന്നത്? കർത്താവായ ഞാനല്ലേ? കർത്താവല്ലേ ഇതെല്ലാം ചെയ്യണത്. എനിക്കൊരു കുറവുണ്ടെങ്കിൽ അത് കുറവ് ഉണ്ടാകണതും കർത്താവ് മൂലമല്ലേ? എനിക്കൊരു നല്ലതുണ്ടെങ്കിൽ നല്ലതും ഉണ്ടാവണത് കർത്താവ് മൂലമല്ലേ? കർത്താവിന് അറിയാല്ല. അപ്പം ഇങ്ങനൊരു ചിന്ത നമുക്ക് ഉണ്ടാകുമ്പോൾ എന്താ ഗുണമെന്നറിയാമോ? നമ്മുടെ ടെൻഷൻ കുറച്ചുകൂടെയൊക്കെ ഒന്ന് കുറയും. കർത്താവ് അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കണില്ല. പിന്നെന്താ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ.